ഇനി നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. മലപ്പുറം കാടാമ്പുഴയിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകാതെ 1 വയസ്സുകാരൻ മരിച്ചതിൽ അന്വേഷണം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഖബറടക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് DMO പറഞ്ഞു. മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം. മുബഷിപ്പി അക്ബർ, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുമായൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ കുഞ്ഞിന് കുത്തിവയ്പ്പുകൾ ഒന്നും തന്നെ ഇവർ നൽകിയിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? പ്രതിരോധ വാക്സിൻ ഉൾപ്പെടുന്ന കുത്തിവയ്പ്പുകൾ 1 വയസ്സുള്ള കുട്ടിക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പറയുന്നത്. സുജയ പാർവതി, ഇന്നലെയാണ് കോട്ടക്കൽ ദമ്പതികളായിട്ടുള്ള വ്യക്തികളുടെ കുട്ടി, 1 വയസ്സുള്ള കുട്ടി വീട്ടിൽ മരിച്ച നിലയിൽ മാതാപിതാക്കൾ കാണുന്നത്. കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തതിന് ശേഷമാണ് മരണം സംഭവിച്ചത് എന്നുള്ളതായിരുന്നു ഇവർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത്. കുട്ടിക്ക് അതിനു മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യം ക്ഷീണിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കുട്ടിയുടെ മരണത്തിൽ ഒരു അവ്യക്തത ഇപ്പോൾ മലപ്പുറം DMO ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷം ഈ പറയപ്പെടുന്ന മാതാപിതാക്കൾ, ദമ്പതികളായിട്ടുള്ള ആളുകൾ ആധുനിക ചികിത്സാ രീതിയെ എതിർത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന ആളുകളാണ്. വീട്ടിലെ പ്രസവം പോലെയുള്ള ഗാർഹിക പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി മാതാപിതാക്കളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാടാമ്പുഴ പോലീസ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. DMOയുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായിട്ട് ഗാർഹിക പ്രസവം പോലെയുള്ള രീതികൾ പ്രചരിപ്പിച്ചതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സുജയ പാർവതി, ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അശാസ്ത്രീയമായ രീതികളെ ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ജീവൻ, അതൊക്കെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത്, കുത്തിവയ്പ്പുകൾ ആവശ്യമുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആ പ്രതിരോധ വാക്സിനുകൾ നൽകേണ്ടതാണ്. അതിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നത് തെറ്റാണെന്ന് പ്രിയപ്പെട്ട അമ്മമാർ മനസ്സിലാക്കണം. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കരുത്.